പഠിച്ചോനെ ക്ലാസ് കഴിഞ്ഞ് ഇത്രയും നേരമായിട്ട് റസിയ റിസ്മോൻ ഏടുക്ക് പോയി. ഇന്ന് ഉച്ചക്ക് വിടുകയും ചെയ്യൂ. ആ റസിയ അങ്ങോട്ട് വന്നാ മതിയേനു. റിസ്മോൻ പിന്നെ ആൺകുട്ടിയാണോ, പിന്നെ എപ്പ വന്നാലും തരല്ല. പെണ്ണ് തേടി പോയി കെടുക്കുകയാണീ. പെൺകുട്ടികൾ പൊരയിലേക്ക് നേരത്തിന് എത്തിയില്ലെങ്കിൽ ആ ഒരു സമാധാനം കേടാ. നേരം വയ്യ പെണ്ണുങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത കാല. ഹോ തേടിക്ക് പോയി പഠിച്ചോനെ. ആ വരുന്നുണ്ട് ഇങ്ങോട്ട് വിട്ട് അച്ഛനോർത്തെ തീറ്റിക്കാന്. നീക്ക് ഏട് പോയി കിടക്കാനു. പെൺകുട്ടികളായ നേരത്തിനും കാലത്തിനും പൊരയിൽ കിടക്കണം, മനസ്സിലാക്കണം. അതിന് പെൺകുട്ടികൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല, നാട്ടിലെ രാഷ്ട്രീയ പാർട്ടിക്കാരും കൂടി വിചാരിക്കണം. മനസ്സിലായില്ല? ഈ താമസിച്ച് വരുന്നേനി ആ പാവ രാഷ്ട്രീയ പാർട്ടിക്കാരെന്ത് പേച്ച് അയച്ചോടാ. പാവ രാഷ്ട്രീയ പാർട്ടിക്കാര് ഓരോ ജാഥ കാരണം വഴി മുഴുവൻ ബ്ലോക്ക് ആയത് കാരണാ ഞാൻ ഇത്രയും നേരം താമസിച്ചേ. ഇതിപ്പോ ഏത് ജാഥാണി? ജനസേവന യാത്ര. ഇത് നിന്ന് നമ്മുടെ ടൗണിലേക്ക് എത്തുന്ന ദിവസാ. ഉച്ച കഴിഞ്ഞപ്പോ മുടിഞ്ഞ ബ്ലോക്കാ, ഇതുവരെ തീർന്നിട്ടില്ല. ഞങ്ങള് ബസ്സിൽ നിന്ന് ഇറങ്ങി നടന്നോണ്ടാ ഇപ്പോഴെങ്കിലും ഇവിടെ എത്തിയേ. റോഡ് മുഴുവൻ ഇപ്പോഴും ബ്ലോക്കാ. യാത്രന്റെ പേര് ജനസേവന യാത്ര. ഒൽക്കന്റെ മൂടി ഇങ്ങനെ ജനസേവന യാത്ര നടത്തല് ജനങ്ങളെ മുഴുവൻ കഷ്ടത്തിലാക്കിയിട്ട്. ആ അത് ഉമ്മച്ചി എന്നോട് ചോദിക്കാണ്ട് രാഷ്ട്രീയക്കാരോട് ചോദിക്കും. നമ്മൾ ചോദിക്കൂ. എത്രയോ ദൂരത്തേക്ക് പോണ്ട കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ എത്ര ആൾക്കാരെ ഈ യാത്ര കാരണം വഴിയിൽ മുട്ടിക്കെടുക്കണേ. ഈ ഒരു യാത്ര മാത്രല്ല, യാത്രകൾ ഒരുപാട് വരുന്നുണ്ട്. മനുഷ്യനെ വട്ടം കറക്കാനായി. ഇനി വേറെ യാത്ര ഉണ്ടോ? ഉണ്ടോന്നോ? ജനസന്ദേശ യാത്ര, വിപ്ലവ യാത്ര, ജനപ്രതികരണ യാത്ര, ജനവിചാരണ യാത്ര, ജന ഉണർത്തി യാത്ര. ഇനിയും ഉണ്ട് ജന ചേർത്ത് ഒരുപാട് യാത്രകള്. ഞാനിപ്പോ ഇത്രേ ഓർക്കുന്നുള്ളൂ. മൊത്തം ഏതാണ്ട് ഒരു 15 യാത്രകളുണ്ട്. 15? അന്നപ്പോ 15 യാത്ര നമ്മുടെ റോഡ് കൂടെ പോവും. ഇന്ന് വന്നത് ആദ്യത്തതാ, ഇനിയും കിടക്കുന്ന ഇഷ്ടം പോലെ. ഇവരെല്ലാം കൂടി എന്ത് കാണിക്കാനാ ഈ യാത്ര നടത്തണേ? അത് ഈ യാത്ര ചെയ്യുന്നവർക്ക് പോലും അറിയില്ല. പിന്നെ എന്തിനാണ് മനുഷ്യന്മാരെ കഷ്ടപ്പെടുത്തുന്ന ഈ യാത്ര ഓരോന്ന് നടത്തണേ? ജനങ്ങളെ രക്ഷിക്കാനാണെന്നാ ഓര് പറയുന്നത്. എന്നിട്ട് ഓര് ചെയ്യുന്ന എന്താ? ജനങ്ങളെ ശിക്ഷിക്കുക. ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഉമ്മച്ചി. നമ്മളെ നാട് ഇങ്ങനെയായി പോയി. ഈ പാർട്ടിക്കാരെല്ലാരും കൂടി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്താല് ജനങ്ങൾ രക്ഷപ്പെടുന്നു പറഞ്ഞാണ് ഓരുടെ ഈ യാത്ര. പണ്ടാറ് പിടിച്ച യാത്ര. മനുഷ്യന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായില്ലേ ഇപ്പൊ? നീലേശ്വരത്ത് ഈ യാത്ര കാരണം ആളുകൾ ബ്ലോക്ക് കുടുങ്ങിയിട്ട് ഒരാൾ മരിച്ചിട്ടുണ്ട്. ആണോ? നിന്നെ നമ്മൾ പത്രത്തിലൊന്നും കണ്ടില്ലേലോ? കാണില്ല. പാർട്ടിക്കാര് സ്വാധീനം വെച്ച് വേഗം മുക്കി. ഇത് ഞാൻ ഫേസ്ബുക്കിൽ കണ്ട. ഇവരെല്ലാരും കൂടി യാത്ര ചെയ്ത് കേരളത്തിന്റെയും ഇന്ത്യന്റെയും പുറത്തേക്ക് അങ്ങോട്ട് പോയാ മതിയായിരുന്നു. നമ്മളെ നാട് രക്ഷപ്പെടുന്നു. അത് നേരം വെച്ചേ. അതെ, സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെട്ടതും മതി. എനിക്ക് വിശക്കുന്ന വല്ലതും കഴിക്കാൻ താ. തരാ. അല്ല റിസ്മോൻ എടുത്തു. ഓനേതെങ്കിലും ബ്ലോക്ക് കുടുങ്ങി കിടക്കുന്നുണ്ടാവും. ഹലാക്കിലെ യാത്ര ഒന്ന് തീർന്നാ മതി. വിശക്കുന്നുണ്ട്. തരാ. ഇതപ്പ ശരിയായി തരാം. അങ്ങോട്ട് വാ. മൂസ പോയോന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇപ്പഴാ ഒന്ന് സമാധാനായത്. എന്നും വൈകിട്ട് മീൻ കൊട്ടുന്നുണ്ടേ നല്ല ഫ്രഷ് മീൻ കിട്ടുമല്ലോ. എന്നാലേ ഇന്ന് മീൻ ഇല്ല സുഖോ. അതെന്തേ? വൈകിട്ട് ഞാനൊന്ന് മീൻ മേടിക്കുന്നത് മൂസക്ക് അറിയാവുന്നതല്ലേ. അതിന് നിങ്ങൾ മാത്രമല്ലല്ലോ നമുക്ക് കസ്റ്റമേഴ്സ്. നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഇല്ലേ. പക്ഷെ നമുക്ക് ഇന്ന് മീൻ എടുക്കാൻ പോകാൻ പറ്റില്ല. ചന്തയിൽ എത്തിയാലല്ലേ മീൻ എടുക്കാൻ പറ്റുള്ളൂ. എന്താ മൂസ ചന്തയിലെത്താത്ത? അത് പറ. നീ എങ്ങനെ എത്താനാണ് സുഖു?
ആ ജനസേവന യാത്ര ഇന്ന് നമ്മളെ നാട്ടിൽ കൂടെ കടന്നു പോണേ. ഓ അങ്ങനെ. ഉം. ചന്തയിൽ പോകുമ്പോൾ നമ്മൾ ബ്ലോക്ക് കുടുങ്ങി 2 മണിക്കൂർ ബ്ലോക്ക്. ഇതിപ്പ തീരുന്ന് കാത്തുത്തിരുന്നിട്ട് എപ്പ തീരാനത്? ഉം. ചന്തന്റെ ഭാഗത്തൊക്കെ ഭീകര ബ്ലോക്ക് ഇനി. നമ്മൾ പിന്നെ MAT ആയതുകൊണ്ട് ഈ കുടിസ് വഴി കൂടെ ഒക്കെ ഇങ്ങനെ പോയിട്ട് എങ്ങനെയോ തരത്തിൽ നമ്മൾ ഇവിടെ എത്തി. നമ്മളെ സമയവും പോയി, കച്ചവടം പോയി. എനിക്കാണ് ഈ രാത്രി മീൻ കൂട്ടാതെ ചോറുന്നാനും പറ്റില്ല. എല്ലാത്തിനും കാരണം ഈ നശിച്ച ജനസേവന യാത്രയാണ്. എത്ര ആൾക്കാരെ വരുമാനം ഉണ്ടോ ഇങ്ങനത്തെ ഒരു യാത്രയോട് ഇല്ലാണ്ടാവണ്? ഇതൊക്കെ ഈ യാത്ര നടത്തുന്നവർക്ക് അറിയൂ. പിന്നെ ആകെ ഒരു സമാധാനം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാരെ യാത്ര ചെയ്ത് തീരുമ്പോ കേരളത്തിലെ സകല പ്രശ്നങ്ങളും തീരും. ഇനിയിപ്പോ അഥവാ തീർന്നില്ലെങ്കിൽ പിന്നാലെ വേറെ വരുന്നുണ്ടല്ലോ യാത്രക്കാർ. എന്തെങ്കിലും പ്രശ്നം തീർന്നില്ലെങ്കിൽ ഒരു തീർത്തോളൂ. ഇനിയിപ്പോ ലേശം മീൻ വാങ്ങാൻ എവിടെ പോവും? നമ്മളെ മുക്കലൊന്നും മീനില്ല കേട്ടോ, എല്ലാം ബ്ലോക്ക് പെട്ട് കിടക്കുക. നന്നായി. എന്നാൽ ഇന്ന് മീൻ ഉപേക്ഷിക്കാം. ജനസേവന യാത്രയ്ക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു സേവനം ഇരിക്കട്ടെ. എന്താ? നമ്മളെ കച്ചവടം ഉപേക്ഷിച്ചിട്ട് നമ്മളെ കൊണ്ട് ആവുന്ന സേവനം നമ്മൾ ചെയ്തിരിക്കണം. കഴിഞ്ഞ വർഷമോ ഇതുപോലൊരു വലിയ ജാഥ കാരണോ നമ്മൾ ആകെ പെട്ടുപോയി. അതെന്തു പറ്റി? നമ്മള് ചെങ്ങായിന്റെ സ്ഥല ഇടപാടിന്റെ കാര്യത്തിന് തിരുവനന്തപുരം വരെ പോയതാ. സെക്രട്ടേറിയറ്റിന്റെ അവിടുന്ന് തമ്പാനൂര് വരെ എത്താൻ 4 മണിക്കൂർ അടുത്ത്. അവസാനം ബസ് കയറാൻ പറ്റാത്ത അവസ്ഥയായി. പിന്നെ ഞാനും ചെങ്ങായും കൂടി റൂം എടുത്ത് ആടെ കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ കൊല്ലത്തേക്ക് ഒരു ബസ് കിട്ടി. ആടെ എത്തിയപ്പോ അതാ വലിയ വേറൊരു ജാഥ. ആടുന്ന് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് ആലപ്പുഴ എത്തിയപ്പോ അടുത്ത ജാഥ. ഓ, എറണാകുളത്ത് പിന്നെ ജാഥന്റെ ആവശ്യമില്ല, എപ്പോഴും ബ്ലോക്കാണല്ലോ. അത് ശരിയാ. അവിടുന്ന് എങ്ങനെയൊക്കെയോ ചവിട്ടി പിടിച്ചിട്ട് ചാലക്കുടി എത്തിയപ്പോ അവിടെ ഇതാ കരിങ്കുടിയും പിടിച്ചിട്ട് കൊച്ചു ജാഥക്കായി. അവിടുന്ന് പിന്നെ തൃശ്ശൂർ എത്തിയപ്പോ ഒരു പള്ളിപ്പെരുന്നാളിന്റെ ബ്ലോക്ക്. അവിടുന്നൊക്കെ ഒരു തരത്തിൽ കഴിച്ചിലായിട്ട് വളാഞ്ചേരി എത്തിയപ്പോ അവിടെ ഒരു അമ്പലത്തിൽ ഉത്സവം താലപ്പൊലിയൊക്കെ ആയിട്ട്. വളാഞ്ചേരി അമ്പലത്തിൽ ഉത്സവം? അല്ല, ഉത്സവം ഇല്ലെങ്കിൽ ആടെ ഒന്നും ബ്ലോക്കാണല്ലോ. അങ്ങനെ തിക്കും തിരക്കൊക്കെ കഴിഞ്ഞ് കോഴിക്കോട് എത്തിയപ്പോ ദിവസം കുറെ കഴിഞ്ഞ്. ഇങ്ങനെ പാർട്ടിക്കാർ യാത്ര തുടരുകയാണെങ്കിൽ നമ്മളൊക്കെ കെട്ടും കെട്ടി വേറെ എങ്ങനെയും പോകും. അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി വരൂ. എന്നാ നാളെ കാണാം മൂസ. നാളെ മീൻ എടുക്കൂല്ലോ അല്ലേ? യാത്രക്കാരെ കൊണ്ടുള്ള ശല്യമൊന്നും ഇല്ലെങ്കിൽ ഇൻഷാ അല്ലാ നാളെ നമ്മൾ മീനെടുക്കും. എന്നാ ശരി, നാളെ കാണാം. അതേ, തൽക്കാലം മുരിങ്ങന്റെ അല്ലല്ലേ, അത് ഒടിച്ചിട്ട് പെണ്ണുങ്ങളെ കയ്യിൽ കൊടുക്കി. ചക്കക്കുരുട്ട് കറി വെച്ചാലുണ്ടല്ലോ ഒരു ഉണക്കലമുള്ള മതിന്ന്. ഉസാറ് സാധനല്ലേ? ഓട്ടതാല്. ഓക്കെ. ഒരു മൂടില്ലേലോ. അല്ല, ഇന്നെന്താ സീരിയലൊന്നും കാണുന്നില്ലേ? ഒരു മൂടില്ല. സീരിയൽ കണ്ടാ നമ്മളെല്ലാം മൂടും കൂടി പോവും. അല്ല, ഇതെന്തു പറ്റി? ഈ പൊരയിലുള്ള 2 പുരുഷന്മാർ ഇതുവരെ എത്തിക്കണോ? ഓ, ജനസേവന യാത്രേന്റെ ബ്ലോക്കിൽ പെട്ടിട്ടുണ്ടാവും. എന്നാ നമ്മളെയും പേടി. എന്തെങ്കിലും ലാത്തി ചാർജ് അങ്ങ ഉണ്ടാക്കിയിട്ട് ജാഥ എങ്ങാനായിക്കെങ്കിലേ അക്രമാസക്തം. അങ്ങനെ അതാവോന്നുള്ള പേടിയാണ് നമ്മക്ക്. ഓ, പഠിച്ചോനെ, 2 ആളും ഒരു കുഴപ്പം കൂടാണ്ട് ഇവിടെ എത്തിച്ചാ മതിയായിരുന്നു. ആ MIT ഒന്നല്ലോ. MIT മാത്രമായിട്ടാ വരല്? അതിന്റെ മോള് ഉപ്പച്ചി ഉണ്ടാവൂലേ? അതിനെ ഞാൻ ഉദ്ദേശിച്ചേ. ആ, ഒരു പുരുഷൻ എത്തി. ഇനി ഒന്നും കൂടി ഉണ്ട് വരാനി. മൂസക്കായേ, റിസ്മോൻ എവിടെ പോയി? നിങ്ങൾ എന്താ വരാൻ ലേറ്റ് ആയത്? നമ്മളിവിടെ വരെ എത്തിയതിന് പറഞ്ഞു. അപ്പോഴേക്ക് MITന്റെ ലൈറ്റ് കേടായി. പിന്നെ അത് നേരാക്കാൻ വേണ്ടി ഒന്ന് ടൗണിൽ തന്നെ പോയി. അതാ ജനസേവന യാത്രയിൽപ്പെട്ട്. അതാണ് നേരം വൈകിയത്. ഈ റിസ്മോന്റെ എത്രയും നേരായിട്ട് വരാത്തേ? മോനെ ഏതെങ്കിലും ബ്ലോക്ക് പെട്ട് കാണും ഉമ്മച്ചിയെ. ക്ലാസ് കഴിഞ്ഞ് എത്തിയില്ലേ? ഓനെവിടെ പോയി കിടക്കുക? ഓ, നോട്ട് വാങ്ങാൻ വേണ്ടി ഏതോ ഫ്രണ്ടിന്റെ വീട്ടിൽ പോകുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോട്ടോ? പൈസന്റെ നോട്ടാണീ? ഓ, എന്റെ ഉമ്മച്ചി പഠിക്കുന്ന നോട്ട്. ഓന്റെ ഒരു നോട്ട്. ഓൻ ചെങ്ങായിമാരെ കൂടെ കറങ്ങാൻ പോയിണ്ടാവും. ചെങ്ങായിമാരെ പെരെ പോയിട്ട് നോട്ട് വാങ്ങി പഠിക്കാനുള്ള ആത്മാർത്ഥ്യത ഒന്നും ഓൻ ഏതായാലും പഠിത്തത്തിലില്ല. എന്ത് പണ്ടാരാണെങ്കിലും മാണ്ടില്ലേനു, ഓനും ഇങ്ങോട്ട് വന്നാ മതിയേനു. അങ്ങനാണെങ്കിൽ കൊമ്പേറിന്റെ സീരിയൽ കാണായിനു. ഓളൊരു സീരിയല്. ദാ വന്നല്ലോ വനമാല. എവിടെ പോയി കിടക്കേണ്ട അത്ര നേരം? എന്റെ ഉപ്പിച്ചേ, നിങ്ങൾ ഇങ്ങനെ ചൂടായല്ലേ? ഞാനേ ജനസേവന യാത്ര കുടുങ്ങിയതാ, അത് അത്ര ലേറ്റ് ആയി. റഷ്യ നേരത്തെത്തിയല്ലോ ഇവിടെ. ഉപ്പച്ചേ, ഞാൻ നോട്ട് വാങ്ങാൻ എന്റെ കമ്പനിക്കാരന്റെ പുറകെ പോയതാണ്. ആടെ പോയപ്പോ മുടിഞ്ഞ ബ്ലോക്ക്. ആടെ നിറങ്ങിയപ്പാണ് അതിനേക്കാളും വലിയ ബ്ലോക്ക്. ബ്ലോക്ക് ഒഴിവാകെ ഞാനൊരു ഷോർട്ട് കട്ട് കൂടെ പോയി. ആടെ പിന്നെ അതിലും വലിയ ബ്ലോക്കാ. അങ്ങനെ ബ്ലോക്കായ ബ്ലോക്കെല്ലാം താണ്ടിയിട്ടാണ് ഈ സമയത്തെങ്കിലും ഞാനിവിടെ എത്തിയത്. എല്ലാരും കൂടി വൈ ബ്ലോക്ക് ആക്കിയിട്ട് എന്തിനാണ് ഉമ്മാരത്ത് ഓരോരോ പരിപാടി നടത്തണേ? എനിക്കത് തന്നെയാണ് മനസ്സിലാത്ത ഉമ്മച്ചേ. എനിക്കും ഞമ്മക്കും. ആർക്കും ഒന്നും മനസ്സിലാത്ത എന്തേ താന്ന് നമ്മക്ക് മനസ്സിലാത്തി.
ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ രാഷ്ട്രീയ പാർട്ടിക്കാരെ ഞാൻ ഇത്രയധികം വെറുക്കുന്നത്. ഞാനും നമ്മളും ഏ ഇതെന്ത് പണ്ടാരാണ് നമ്മൾ ആരെങ്കിലും ഒരു കാര്യം പറഞ്ഞ അതിന്റെ മുകളിൽ ഏറ്റുപിടിക്കാണ് എല്ലാരും. എന്താണിത്? പറയുന്ന കാര്യത്തിൽ ഒരേ അഭിപ്രായം ആയതുകൊണ്ടാണല്ലോ എല്ലാരും അങ്ങനെ പറയുന്നത്. അടുത്ത ഇലക്ഷൻ ഒരൊറ്റ പാർട്ടിക്കാരൻ ജയിപ്പിക്കരുത്. ഈ പാർട്ടിക്കാരനല്ലേ പത്തു കാലാകാലങ്ങളായിട്ട് ഭരിക്കുകയും യാത്രയും ജാതിയൊക്കെ നടത്തുന്നത്. എന്നിട്ടും പിന്നെയും ജയിപ്പിക്കല്ലേ ജനങ്ങൾ വരെ. ആ എന്താണ് അങ്ങനെയെന്ന് നമുക്ക് മനസ്സിലാകത്ത്. നമ്മക്കും പിന്നെയും തുടങ്ങി ഏറ്റുപറച്ചില്. ദാ ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു തിരുന്നാലേ ഒരു അന്തവും കൊന്തവും ഉണ്ടാവില്ല. ഇവിടെ തിന്നാൻ എന്തെങ്കിലും എടുത്തേക്ക്. അതാണ് അതല്ലേ. എല്ലാരും കുത്തിരിക്ക് ഇപ്പൊ എടുത്തോണ്ട് തരാം. അടുത്ത ദിവസവും ഈ റൂട്ടിൽ കൂടെ ഏതൊക്കെ ജാതിയെ കടന്നു പോകണമെന്നേ ഒരു ചാർട്ട് ഉണ്ടാക്കണം റിസ്വാനെ. നാളെ ആട്ടോപ്പിച്ചേ നമുക്ക് ശരിയാക്കാം. ആ ഞാനും കൂടെ ഒപ്പിച്ചു. ആ എല്ലാരും കൂടിക്കോളി. എടുത്തേക്ക് പത്തുവോ. അല്ല അതിന് പിന്നെ വലിയ കാലതാമസം ഒന്നും ഉണ്ടാവില്ല. ഞാൻ ഏറ്റെടുത്തിക്കുന്നു. ആ ആ റിസ്വാനെ ഞാൻ അന്നെ നോക്കി നടക്കേനി. ഇതിനാണ് പറയുന്നത് തേടിയ റിസ്വാൻ കാലി ചുറ്റിന്ന്. എന്തേലും പറയാ. നമ്മുടെ പാർട്ടിയുടെ ജനവിചിത്ര യാത്ര അടുത്ത ആഴ്ചയാണ് നമ്മുടെ ടൗൺ വഴി കടന്നു പോകുന്നത്. യാത്രയ്ക്ക് ഗംഭീരമായ സ്വീകരണം കൊടുക്കേണ്ട കംപ്ലീറ്റ് ഉത്തരവാദിത്വം എന്റെ തലയിലാണ്. റിസ്വാൻ എന്നെ കാര്യമായിട്ടൊന്ന് സഹായിക്കണം. എന്റെ പൊന്നു മെമ്പറെ, ഈ യാത്രകൾ കാരണം മണിക്കൂറുകളോളം പെട്ടുപോയതാണ്. ഈ യാത്ര എന്ന് കേൾക്കുമ്പോഴേക്കും എനിക്ക് തലയ്ക്ക് ഭ്രാന്താണ്. ഞാനില്ല മെമ്പറെ. അങ്ങനെ പറയല്ലേ റിസ്വാനെ. അങ്ങനെ പറയും മെമ്പറെ. അങ്ങനെ പറയാതിരിക്കാനുള്ളത് അങ്ങ് തന്നാലോ? മനസ്സിലായില്ല. ജനവിചിത്ര യാത്ര ഗംഭീരാക്കണം എന്നുള്ളത് മോളെന്നുള്ള ഓർഡർ. ഒരു വിജയാക്കിയാല് അതിന്റെ ക്രെഡിറ്റ് എനിക്ക് കിട്ടും. ആ ക്രെഡിറ്റ് കൊണ്ട് അടുത്ത ഇലക്ഷന് ജില്ലാ പഞ്ചായത്തിലേക്ക് ഒരു സീറ്റും കൂടി കിട്ടും. അല്ല, അതുകൊണ്ട് എനിക്കെന്ത് നേട്ടം കിട്ടും മെമ്പറെ? അതാ ഞാൻ പറഞ്ഞു വരുന്നത്. എന്നാ ഒന്ന് പെട്ടെന്ന് പറഞ്ഞു വാ. യാത്ര ടൗണിൽ വരുമ്പോ മാക്സിമം ആളുകൾ വേണം. ഓഹോ. ഒരാൾക്ക് ഇത്ര ഉറുപ്പ് വെച്ച് മോളിന്ന് തരും. എത്ര ആളുകൾ വരുന്നോ അത്ര ലാഭം കിട്ടുന്ന പരിപാടിയില്ലത്. അതുകൊണ്ട് എനിക്ക് എന്ത് മെച്ചാ മെമ്പറെ? ആ അതിലേക്കാ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. നിങ്ങളൊന്ന് വേഗം പറഞ്ഞു വരീന്ന്. കൊറേ നേരമല്ലേ തുടങ്ങിയിട്ട്. അന്റെ കെയർ ഓഫിൽ കുറെ ആളുകൾ സംഘടിപ്പിച്ചാല് ഓരോ തലയ്ക്കും ഇത്ര ഉറുപ്പ്യ കമ്മീഷൻ കിട്ടും. അത് കൂടാതെ ഒരാൾക്ക് 400 ഉറുപ്പ്യ വെച്ച് നമ്മക്കും കിട്ടും. 400. ഈ ഒരാളെ സംഘടിപ്പിച്ച ഓന് 400 ഉറുപ്പ്യ കൊടുക്കണ്ട, 200 ഉറുപ്പ്യ കൊടുത്താ മതി. ബാക്കി 200 ഉറുപ്പ്യ എന്റെ പോക്കറ്റിലേക്കാ. അനക്കാവുമ്പോ കോളേജിലെ പിള്ളേരെ മൊത്തം കൊണ്ട് ഇറക്കിക്കൂടെ? അല്ല പിന്നെ നമ്മളെ ക്ലബിൽ ആൾക്കാരെയും വിളിച്ചൂടെ? ഒരു 200 ആൾക്കാരെ സംഘടിപ്പിച്ചാല് പൈസ എത്ര വരുന്ന ചിന്തിച്ചു നോക്ക്. ഈ വിചാരിച്ച 200 അല്ല, അതിലും കൂടുതൽ ആൾക്കാരെ സംഘടിപ്പിക്കാൻ പറ്റൂലേ? അല്ല, സംഭവം കേട്ടൊരു സുഖമൊക്കെ ഉണ്ട്. എന്നാലേ ഡേറ്റ് എടുത്ത് വിജയിപ്പിച്ചാല് അതിലും സുഖം കിട്ടും. അന്റെ കോളേജിൽ തന്നെ ഒരു 10-600 ആൺകുട്ടികളെങ്കിലും ഉണ്ടാവില്ലേ? അതിന്റെ പകുതി കുട്ടികളെ ഇറക്കിയ പോരാണക്ക്. അല്ല, പൈസയൊക്കെ പറഞ്ഞ പോലെ കിട്ടുമല്ലോ. അതോ കാര്യം കഴിയുമ്പോ രാഷ്ട്രീയക്കാർ സ്വഭാവം കാണിക്കോ? ഇല്ലേ റിസ്വാനെ, ഇപ്പം പഴയമാരി അല്ല, എല്ലാം പക്കയല്ലേ. മൾട്ടിനാഷണൽ കമ്പനികൾ വർക്ക് ചെയ്യും പോലെയാണ് ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനവും ഇവിടെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് പൈസന്റെ കാര്യത്തിൽ റിസ്വാൻ പേടിക്കേ വേണ്ട. പൈസ കിട്ടുന്നുള്ളോണ്ടാണല്ലോ ഞാൻ ഇങ്ങനത്തെ ഒരു കാര്യത്തിന് ഇറങ്ങി. എന്നാ സംഭവം ഞാനായിട്ട് കൊടുകൈ അന്നെ പോലത്തെ ചൊണക്കുട്ടികൾ ഉണ്ടെങ്കിൽ ഇമ്മാരത്തെ കാര്യങ്ങളൊക്കെ വെടുപ്പായിട്ട് നടക്കും. എന്താണ് ഈ യാത്രന്റെ പേര്? ജനവിചിത്ര യാത്ര. ജനവിചിത്ര യാത്ര എന്താണ് ഈ പേരുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കൂടുതൽ ചോദിച്ചാൽ എനിക്കും അറിയില്ല. കൊള്ളാവുന്ന പേരൊക്കെ ഓരോരോ പാർട്ടിക്കാരെടുത്ത് സ്റ്റാർട്ടിങ്ങിൽ ജനവും വേണം, ഒടുവിലൊരു യാത്രയും വേണം. അങ്ങനെ പേര് കിട്ടാതായപ്പോ പാർട്ടി സെക്രട്ടറിയുടെ പേരാണ് ജനവിചിത്ര യാത്ര. ഗവൺമെന്റിന്റെ വിചിത്രമായ നടപടികൾക്കെതിരെ എന്തോ ഒരു പ്രതിരോധം മറ്റോ ആണെന്നാണ് പാർട്ടിയിൽ ആരോ പറഞ്ഞു കേട്ടത്. അതിപ്പോ എന്തായാലും എന്താ, നമുക്ക് കാര്യം നടന്ന പോരെ. അത് മതി. പിന്നെ മെമ്പറെ, നമുക്ക് ഈ യാത്ര കൊണ്ട് കുറച്ച് ചില്ലറ ഒപ്പിക്കണം. എടോ, ഇങ്ങനൊന്നല്ലാതെ ഈ പൊതുപ്രവർത്തനം കൊണ്ട് പിന്നെ എങ്ങനെ ജീവിച്ചു പോകാനാ? നമുക്ക് കുറച്ച് പെണ്ണുങ്ങളെ കിട്ടാനിപ്പോ എന്താ വഴി? അതാണ് ഇപ്പൊ ഏറ്റവും വലിയ പാട്. ഓരുക്കാവുമ്പം കൂലിയും കൂടുതൽ കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഉമ്മച്ചിനോട് സംസാരിക്കട്ടെ. കുടുംബശ്രീന്ന് അയൽക്കൂട്ടത്തുനിന്ന് പെണ്ണുങ്ങളെ ഇറക്കാൻ പറ്റുമോ നമുക്ക് നോക്കുകയും ചെയ്യാം. എന്റെ റിസ്വാനെ, ഈ ഭയങ്കരനാ. അന്ന ഞാനൊരു മിനിമം മന്ത്രിയെങ്കിലും ആവുന്നൊരു കോലം കാണുന്നുണ്ട്. ഊതാതെ മെമ്പറെ. ഊതിയതല്ല റിസ്വാനെ, ഉള്ള കാര്യം പറഞ്ഞല്ലേ. ശരി, പൈസന്റെ കാര്യം കറക്റ്റ് ആയിക്കണം. എനിക്ക് അത്രേ പറയാനുള്ളൂ. നാളെ തന്നെ ഒരു അഡ്വാൻസ് തന്നേക്കാം. അപ്പൊ ഉറപ്പിക്കാലല്ലേ റിസ്വാനെ? പണ്ടത്തെ പാർട്ടി ഒന്നല്ല ഇപ്പോഴത്തെ പാർട്ടി. പൈസ എറിഞ്ഞ്
പൈസയും വോട്ടും വാങ്ങുന്ന പാർട്ടിയാണ് ഈ നമ്മളെ പാർട്ടി. ഓക്കെ, പൈസക്ക് ഭയങ്കര അത്യാവശ്യമുള്ള സമയത്താണ് മെമ്പർ ഈ പരിപാടിയായിട്ട് വന്ന് നമുക്ക് ഉഷാറാക്കി കളയാം മെമ്പറെ. മതി, ആ. അത് മതി. എന്നാ ഞാൻ പോവാ. ആയിക്കോട്ടെ. അടുത്ത ദിവസം കൂടുതൽ വിശദമായിട്ട് സംസാരിക്കാം. ആ പെണ്ണുങ്ങൾ അറേഞ്ച് ചെയ്യുന്ന കാര്യം മറക്കരുത്. ഇല്ല, നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോളി. എന്നാ പിന്നെ ശരി, ആയിക്കോട്ടെ. ആവൂ. ജനവിചിത്ര യാത്രയാണെങ്കിൽ ജനവിചിത്ര യാത്ര. 10 ഉറുപ്പ്യ ഉണ്ടാക്കി തന്നെ ബാക്കി കാര്യം. അല്ല പിന്നെ ഒരു ജനവിചിത്ര യാത്ര. പൊന്നു മോനെ, അയൽക്കൂട്ടത്തിന്നും കുടുംബശ്രീന്നും ഒക്കെ നമ്മൾ വിചാരിച്ചാല് ഇഷ്ടംമാതിരി പെണ്ണുങ്ങൾ വരി വരിയായിട്ട് വരും. പക്ഷെ ഇമ്മാതിരി രാഷ്ട്രീയക്കാരെ കോലം കെട്ടിന് കൂട്ടു നിക്കാന് നമ്മളെ കിട്ടൂല. ഹാ. എന്റെ ഉമ്മച്ചേ, ഞാൻ ആദ്യം പറയുന്നൊന്ന് കേക്ക്. മാണ്ട, ഈ മാതിരിയുള്ള ഹലാക്കിലെ യാത്ര കാരണം മനുഷ്യന്മാരെത്ര കഷ്ടപ്പെടുന്നതെന്ന് അറിയോ എനിക്ക്? ഓ, ഈ എന്നെ പെട്ടുപോയതല്ലേ റിസ്മോനെ? എന്നിട്ടാ ഈ എന്നെ ഈ യാത്രക്ക് മാണ്ടിട്ട് ആളെ കൂട്ടാൻ നമ്മളോട് പറയാ? നടക്കൂല റിസ്മോനെ. എന്റെ ഉമ്മച്ചേ, നിങ്ങൾ ഇപ്പൊ പറഞ്ഞതൊക്കെ ആദ്യം എന്റെ മനസ്സിലും തോന്നിയതാണ്. പക്ഷെ ഇഷ്ടം പോലെ പൈസയാണ് കിട്ടുന്നത്. ഉമ്മച്ചേ, നമ്മളൊരു 50 ആൾക്കാരെ സംഘടിപ്പിക്ക്. 25,000 ഉറുപ്പ്യ തിരിച്ചാട്ട് തരാം. അതിൽ 100-200 പെണ്ണുങ്ങൾക്ക് കൊടുത്താലും ബാക്കി മിച്ചം ഇഷ്ടം പോലെ ഇല്ലേ? 50 ആൾക്കാരെ കൊണ്ടുവന്നാൽ എത്ര കിട്ടൂ? 25,000 ഉറുപ്പ്യ. 100 ആൾക്കാരെ കൊണ്ടുവന്നാലോ? 50,000 ഉറുപ്പ്യ. ആണീ? ആണിയല്ല, ചുറ്റിക. എന്നാ നമ്മൾ ആൾക്കാരെ കൊണ്ടുവരൂ. ആ, ഇതാണ് പൈസേന്റെ കാര്യം വരുമ്പോ നമ്മളെല്ലാണ്ട് മറക്കും വെച്ചേ. അല്ലേ, അത് പിന്നെ ഞാൻ ഇങ്ങനെ അല്ലാണ്ട് ഇത്രയും പൈസ ഉമ്മച്ചി എങ്ങനെ ഉണ്ടാക്കാനാ പറയുന്നത്? ഈ വരുന്നവർക്കൊക്കെ 100-150 കൊടുത്താ പോരെ? ബാക്കി ഉമ്മച്ചിന്റെ കയ്യിൽ വെച്ചോന്ന്. എന്തിനപ്പൊ 100-150 കൊടുക്കണേ? നാരങ്ങാ വെള്ളം ഒരു പപ്സൊക്കെ കൊടുത്താ പോരെ? റിസ്മോനെ, ഈ പാത്ത് വിളിച്ചാല് 100 അല്ല, അതിൽ കൂടുതൽ ആൾക്കാർ കിട്ടും. കൊടുകൈ. അപ്പൊ ഇന്ന് മുതൽ നമ്മൾ ആളെ പിടിക്കാൻ തുടങ്ങുന്നു. അത് നമ്മൾ ഏറ്റു റിസ്മോനെ. ആ, കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് വേണം മൂസക്കായിന്റെ മുന്നിലൊന്ന് നെഞ്ചും വിരിച്ച് നിക്കാൻ. അല്ല പിന്നെ റിസ്മോനെ, ഏ കാര്യന്മാര് യാത്രയും കൊണ്ടൊക്ക മനുഷ്യന്മാർക്ക് ദ്രോഹമുള്ളൂ. പക്ഷെ ഇമ്മാരിലുള്ള പ്രയോജനങ്ങളും ഉണ്ട്. ഈ ഒരു കാര്യം ചെയ്യ റിസ്മോനെ, യാത്ര ഇനി ഒരുപാട് വരാണ്ടല്ലോ. ഓ, എല്ലാ പാർട്ടിക്കാരും ഏറ്റുമുട്ട്. ഞമ്മക്ക് എല്ലാ ജാതക്കും ആൾക്കാർ ഇറക്കി കൊടുക്കാം. അതിനു വേണ്ടിയുള്ള ശ്രമം റിസ്വാൻ തുടങ്ങി കഴിഞ്ഞു വെച്ചേ. ആ, മൊത്തം ഒരു 10-15 യാത്ര വരുന്നുണ്ട് എന്നാണ് നമ്മൾ അറിഞ്ഞി. എല്ലാത്തിന്റെ ഓർഡർ നമ്മക്ക് കിട്ടിയാല് ഈ ഒരൊറ്റ പരിപാടി മതി, നമ്മൾ ലക്ഷപ്രഭുക്കളാവും. എങ്ങണ്ടി ഇമ്മാരി യാത്രകള് ഒരിക്കലും അവസാനിക്കരുതെന്നാണ് എന്റെ ഇപ്പത്തെ പ്രാർത്ഥന. പിന്നെ ഉമ്മച്ചേ, നിയമസഭാ ഇലക്ഷൻ ഇപ്പൊ ഈ അടുത്ത് വരും. ജാതിയായിട്ടും മീറ്റിംഗ് ആയിട്ടും ഒക്കെ ഒരുപാട് ആൾക്കാരെ വേണ്ടി വരും. നമ്മൾ ഒന്നിച്ചു നിന്നാല് ഈ ഒരു സീസൺ കൊണ്ട് നമുക്ക് രക്ഷപ്പെടാം. നമ്മൾ രക്ഷപ്പെടൂ റിസ്മോനെ. അല്ലെങ്കിലും ലേസ് ഉടായ്പൊന്നുമില്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ആർക്കും രക്ഷപ്പെടാൻ പറ്റൂല. നമ്മൾ കൊണ്ടാവുന്ന ഉടായ്പ നമ്മൾ ചെയ്യും. ഇതൊക്കെ എന്തുടായിപ്പാണ് ഉമ്മച്ചേ? ഇതൊന്നും ഒന്നുമല്ല. ഇപ്പൊ മന്ത്രിമാര് കോഴ വാങ്ങിക്കില്ലെങ്കിലാണ് നാണക്കേട്. ശരി റിസ്മോനെ, മന്ത്രിയാണോ കോയ വാങ്ങണം, ആ, എന്നാലേ ഒരു ഗുമ്മുള്ളൂ. എന്നാ പിന്നെ ഇന്ന് തന്നെ ജനവിചിത്ര യാത്രക്കുള്ള ആൾക്കാരൊക്കെ പിടിച്ചു തുടങ്ങണം. ആള് കൂടുന്നതിനനുസരിച്ച് കമ്മീഷനും വെക്കാണ്ട് കിട്ടും, ലാഭവും കൂടുതൽ കിട്ടും. റിസ്മോനെ, നമ്മളിതാ തുടങ്ങി കഴിഞ്ഞി. ഇനിയുള്ള ഓരോ മിനിറ്റും ഞാൻ ജനവിചിത്ര യാത്രയുടെ പ്ലാനിങ്ങിലേക്കും. വെള്ളം കുറ്റും. ഈ 18-ാം തീയതിയിലെ യാത്ര കഴിഞ്ഞ പിന്നെ ഏതാ മോളെ? 19-ന് ജനവിപ്ലവ യാത്ര വരുന്നുണ്ട് ഉപ്പച്ചിയെ. ആ, അപ്പൊ 18-ഉം 19-ഉം പോയി കിട്ടി. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് 20-ാം തീയതി ആവൂ, ഒന്നുമില്ല. സമാധാനായി. ആ, 21-ന് ഇതാ വരുന്നു ജനശാക്തീകരണ യാത്ര. നന്നായി. അപ്പൊ 21-ന് ജനശാക്തീകരണ യാത്ര. ആ, 22-നില്ല. ആ, അന്നും കൂടി വേണ്ടതേനി. ആ, പേടിക്കണ്ട ഉപ്പച്ചിയെ. 23-ന് ജനവിരുദ്ധ യാത്ര ഉണ്ട്. ആ, 24-ന് ജന ഉണർത്തി യാത്രയുണ്ട്. ഓന്റെ റബ്ബേ, മാസം നമ്മളെ കച്ചവടം പോയി കിട്ടില്ല മോളെ. ആ, 25-നുണ്ട് ജന ആഘോഷയാത്ര. ആ, പിന്നെ 2 ദിവസമില്ല. ആ, 28-ന് 2 യാത്രകൾ ഒപ്പിച്ചുള്ള. ഏതൊക്കെ? ജനവിമുഖ യാത്രയും ജനസന്തോഷ ആ, യാത്രയും. അന്ന് എങ്ങോട്ടും പോണ്ട, പെരെ കുത്തിരിക്ക. ഇനി ഇത്രയേ ഉള്ളൂന്ന് തോന്നുന്നു ഈ മാസത്തെ യാത്രകള്. ഇനി ആരൊക്കെ കാസർഗോഡ് നിന്ന് വെച്ച് പിടിച്ചിക്കിടുന്ന ആർക്കറിയാം? വാ, വാ, വാ. ഇതെങ്ങോട്ടാ രണ്ടാളും കൂടി? കണ്ടൂടെ പുറത്തേക്ക്? ജനവിചിത്ര യാത്രക്ക് ആളെ പിടിക്കാനുള്ള പരക്കം പാച്ചില്ല 2 ആൾ ഉപ്പച്ചിയെ. ആളെ പിടിക്കാനോ?
ജാഥക്ക് ആളെ കിട്ടിയാല് ഒരു തലക്ക് ഇത്ര റുപ്യ വെച്ച് കിട്ടും. ആ ജാഥക്ക് ആളെ കൂട്ടിയിട്ട് പൈസ കിട്ടാനാ രണ്ടാളുടെ ഈ പോക്ക്. ഓ അത് ശരി, കേറിപ്പൊടിയാത്ത്. നമ്മൾ 10 റുപ്യ ഉണ്ടാക്കണെങ്കിൽ സൈക്കിളിലല്ലേ? പൈസ ഉണ്ടാക്കാൻ കണ്ട ഓരോരോ മാർഗങ്ങള്. ജനങ്ങളെ ദ്രോഹിച്ചിട്ടല്ലേ പൈസ ഉണ്ടാക്കല്. ആ അതിന് ഞാളാരും ഡയറക്റ്റ് ആയിട്ട് ജനങ്ങളെ ചോദിക്കുന്നൊന്നുമില്ലല്ലോ. അന്നെപ്പോലെ എന്ത് ചെയ്തിട്ടും പൈസ ഉണ്ടാക്കാൻ ആഗ്രഹമുള്ള ഒരു ഭൂമി ഉള്ളതുകൊണ്ടാണ് ഈ ഭൂമിയിൽ ഇത്രയും വൃത്തികേടുകൾ നടക്കുന്നത്. ഈ ജനവിചിത്ര യാത്രന്റെ ഇടയില് ആക്സിഡന്റ് ഒരാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോ അയാൾ മയ്യത്തായി പോയാല് അതിന്റെ ഉത്തരവാദിത്തം നിങ്ങൾക്കും കൂടിയാ. എടാ ഈ ഒരു യാത്രന്റെ ബ്ലോക്ക് പെട്ടെന്നല്ലടാ. ഉമ്മച്ചി 2 ദിവസം മുമ്പ് ഈ യാത്ര നടത്തുന്ന പാർട്ടിക്കാരെ ഭീകര തെറിയായിരുന്നല്ലോ. പൈസ കിട്ടുന്നായപ്പോ എന്ത് തെണ്ടിത്തരത്തിന് കൂട്ടിക്കാന്നായി. കഷ്ടണ്ട് പാത്തു. അല്ല പിന്നെ കൊറേ പൈസ ഇട്ടൊന്ന് കേട്ടപ്പോ ഒരുപാട് പൈസ ഞമ്മള് തരാം. എനിക്കൊരാളെ കൊല്ലാൻ പറ്റുമോ? ഇല്ല. ആളെ കൊല്ലുന്ന പരിപാടിയാണ് പാത്തോ ഈ റിസ്വാനും ചെയ്യട്. ഈ ബ്ലോക്ക് പെട്ടി കിടക്കുന്നവരില് ജോലിന്റെ ഇന്റർവ്യൂവിന് പോകുന്നവരുണ്ടാവും, കൃത്യസമയത്ത് മരുന്ന് കഴിക്കേണ്ടവരുണ്ടാവും, ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സ്ത്രീകളും കുട്ടികളും ഉണ്ടാവും, പ്ലെയിനിലും ട്രെയിനിലൊക്കെ കൃത്യസമയത്തിന്റെ ആളുകളുണ്ടാവും. ഇവരെയൊക്കെ ശാപവും ഇതിന് കൂട്ടുന്നിട്ട് നേടേണ്ട വല്ല കാര്യമുണ്ടോ നിങ്ങക്ക്? റിസ്മോനെ മാണ്ട, ഇങ്ങനെ നമ്മ പൈസ ഉണ്ടാക്കണ്ട. ഈലും ഭേദം നമ്മ കക്കാൻ നടക്കണ മോനെ. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് ഇതേ അഭിപ്രായം തന്നെ ഉമ്മച്ചി. നന്നായി. നിങ്ങളെ പോലെ ഓരോരുത്തരും ചിന്തിച്ചിട്ട് ഇമാതിരി കോലാഹലങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. പൈസ കൊടുത്ത് ആളെ കൊണ്ടിരുന്നല്ലാണ്ടേ താല്പര്യത്തോടെ ഇതിന്റെ അകത്ത് നിൽക്കുന്ന ആൾക്കാർ ചുരുക്കാ. ആ ദേ വരുന്നു മെമ്പറ്. ഓനേക്കും ഇതിന്റെ ഒക്കെ സൂത്രധാരൻ അല്ലേ? ഓനിങ്ങ വരട്ടെ. ഉപ്പച്ചി വീഡിയോ സംഭാഷണം വല്ല റെക്കോർഡ് ആ ഒന്നും വേണ്ട മോളെ, അതുകൊണ്ടൊന്നും കാര്യമില്ല. അതൊക്കെ ഔട്ട് പേഴ്സണല്ലേ. മോനെ റിസ്വാനെ എന്തായി? എത്ര പേരെ കിട്ടി? പാത്തോ പെണ്ണുങ്ങളെ കൂട്ടേണ്ടതൊക്കെ പാത്തുവിന്റെ ഉത്തരവാദിത്ത. മൂസ നീയും സംഘടിപ്പിച്ച കുറച്ച് ആൾക്കാരെ തലക്ക് 400-500 വെച്ച് തരാം. ഇറങ്ങി മെമ്പർ എന്റെ പറയുന്നു. ഇറങ്ങാനോ? എന്തിന്? ഇമാതിരി വൃത്തികെട്ട പൊതുപ്രവർത്തനം നടത്തുന്നവര് നമ്മളെ മുറ്റത്ത് കാലം ഉത്തരുത്. അയിനിത് കോലായില്ലേ? ഓന്റെ ഒരു ജനവിചിത്ര യാത്ര അനക്ക് ഉളുപ്പുണ്ടോ? പൈസ കൊടുത്ത് ആളെ കൂട്ടാൻ വന്നിക്കണ്. മെമ്പർ പറഞ്ഞ വർത്താനോ റെക്കോർഡ് ചെയ്തിട്ട് ചാനലിനും പത്രത്തിനും കൊടുത്താലുണ്ടല്ലോ, അതും അതിന്റെ അപ്പുറത്തെ തെളിവും കൊടുത്താല് വീണ്ടും വിളിച്ചോണ്ട് നാണമില്ലാത്ത ഈ പരിപാടിക്ക് വീണ്ടും ഇറങ്ങുന്നുള്ളതുകൊണ്ടാ. മെമ്പറെ ഞാൻ ഈ ഉടായ്പ പരിപാടി നിർത്തി. ഞാനും. ഇത് ചതിയായി പോയി. നിങ്ങൾ ചെയ്യുന്നതാണ് മെമ്പർ ഏറ്റവും വലിയ ചതി. എന്ത് ചതി? ഇതൊക്കെ നാട്ടിൽ സർവ്വസാധാരണ. ഓ നമ്മളെ വിട്ട് നിന്നാല് അത്രയെങ്കിലും ആൾക്കാർ കുറയൂലേ. മാത്രമല്ല ഇതൊന്നും പഠിച്ചോന് നിരക്കാത്ത പണിയാണ് മെമ്പറെ. ഓര് പറഞ്ഞൊക്കെ കേട്ടല്ലോ. എന്നാ ഇറങ്ങിക്കോളി. അതല്ല അത് പിന്നെ ഇറങ്ങണോ അല്ലെങ്കിൽ അടിച്ചിറക്കണോ? ചൂലെടുക്കണോ മുസക്കായി? ഞാനത് പോയി. ഇമാതിരി രാഷ്ട്രീയക്കാരൊക്കെ അടിച്ചു ഓടിച്ചാലേ നമ്മളെ നാട് നന്നാവും. ഒപ്പം ഞമ്മളും സാമാന്യ ബുദ്ധിയുള്ള ജനതയാവാൻ ശ്രമിക്കാം. അല്ലേ പാത്തു? അല്ല നിങ്ങൾ ഇപ്പൊ പറഞ്ഞെന്താണ് നമ്മ മനസ്സിലായില്ല. പക്ഷേ മൂസക്കായി പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട്.